കഥ അച്ഛൻ എന്ന സ്വപ്നം ഭാഗം 17. രചന ശാലിനി ഇ. അവർ മരിച്ചു എന്നറിഞ്ഞതിൽ എനിക്ക് വേദനയുണ്ട്. പക്ഷേ ഇതിൽ ഞാൻ ചെയ്ത തെറ്റ് എന്താണ് പ്രതാപ്ജി? അവർ നിങ്ങളുടെ പേഴ്സണൽ നമ്പർ ചോദിച്ചപ്പോൾ കൊടുക്കാതിരുന്നത് അതാണോ ഞാൻ ചെയ്ത തെറ്റ്? അങ്ങനെ ഒരാൾ വന്നതും അവർ കത്തേൽപ്പിച്ചതും എല്ലാം ഞാൻ ജിയുടെ അടുത്ത് പറഞ്ഞതല്ലേ. അവർ പറഞ്ഞ പേര് മാത്രം ഞാൻ മറന്നുപോയി. നിങ്ങളുമായി അല്ലെങ്കിൽ കാർത്തിക് സാറുമായി അടുത്ത ബന്ധമുള്ള ഒരാളായിരുന്നുവെങ്കിൽ അവർക്ക് ആ ബന്ധം എന്താണെന്ന് എന്നോട് പറയാമായിരുന്നു. ഇതൊന്നും പറയാതെ എല്ലാം ഗണിച്ചറിയാനുള്ള കഴിവ് എനിക്കുണ്ടോ പ്രതാപ്ജി? അവർ വന്ന കാര്യം ഞാൻ നിങ്ങളെ അറിയിച്ചില്ലായിരുന്നുവെങ്കിൽ തീർച്ചയായും ഞാൻ ഇതിൽ തെറ്റുകാരിയായിരുന്നു. നിർമ്മല സങ്കടത്തോടെ തന്റെ ഭാഗം വിശദീകരിച്ചു. ഞാൻ നിർമ്മലയെ കുറ്റപ്പെടുത്തിയതല്ല. ആ കത്ത് ആ നിമിഷം തന്നെ പൊട്ടിച്ച് വായിക്കാത്തതിന്റെ കുറ്റബോധം കുറച്ചൊന്നുമല്ല എന്നെ അലട്ടുന്നത്. എന്റെ അശ്രദ്ധ മൂലം ഒരു ജീവൻ പൊലിഞ്ഞു പോയല്ലോ എന്നോർത്ത് ഹൃദയം നൽകുകയാണ്. ആ വേദന എന്റെ മരണം വരെ നിലനിൽക്കും. സത്യപ്രതാപൻ കടുത്ത ഹൃദയവേദനയോടെ പറഞ്ഞു. ശരിക്കും അവർ ആരാണ് പ്രതാപ്ജി? എന്താണ് അവർ മരിക്കാനുള്ള കാരണം? ചില കാര്യങ്ങൾ അങ്ങനെയാണ് നിർമ്മല. ആ വന്നവളുടെ പേര് യാമിനി എന്നാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. വേറെയൊന്നും തുറന്നു പറയാനുള്ള അവകാശം എനിക്കില്ലെന്ന് കൂട്ടിക്കോളൂ. നിർമ്മല ഇത്രയും അറിഞ്ഞാൽ മതി. ഇനി പൊയ്ക്കോളൂ. സത്യപ്രതാപൻ അങ്ങനെ പറഞ്ഞതും നിർമ്മല സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് പോയപ്പോൾ അയാൾ മേശയിൽ തലവെച്ച് കിടന്നു. മനസ്സിലെ വേദന കൊണ്ടാകാം അയാൾക്ക് നന്നായി തലവേദനിക്കുന്നുണ്ടായിരുന്നു. നീണ്ട ഉറക്കം കഴിഞ്ഞ് നദി ഉണരുമ്പോൾ റൂമിൽ വെളിച്ചം പരന്നിരുന്നു. കിടക്കയിൽ ചമ്രം പടിഞ്ഞിരുന്നും കൊണ്ട് അവൾ ക്ലോക്കിലേക്ക് നോക്കി. സമയം 11 മണി കഴിഞ്ഞിരിക്കുന്നു. നീണ്ട കോട്ടുവായിട്ട് കൊണ്ട് അവൾ കണ്ണുകൾ അമർത്തി തിരുമ്മി. ബദ്രിനാഥിന്റെ പാട്ട് കേട്ട് താൻ ഉറങ്ങിയത് ആ നിമിഷം അവളുടെ ഓർമ്മയിലെത്തി. പാട്ടിനെ കുറിച്ച് ഓർത്തപ്പോൾ അമ്മയിലേക്ക് പോകാൻ തുടങ്ങിയ മനസ്സിനെ അവൾ മനഃപൂർവ്വം പിടിച്ചു വെച്ചു. ഇനി എന്താണ് തന്റെ ജീവിതത്തിന്റെ ലക്ഷ്യമെന്നാണ് അവൾ അപ്പോൾ ചിന്തിച്ചത്. മരിക്കണമെന്നും അമ്മയോട് കൂടെ പോകണമെന്നും തന്നെയാണ് ഇപ്പോഴും ആഗ്രഹം. അങ്ങനെയെങ്കിൽ മറ്റൊന്നിനെ കുറിച്ചും ചിന്തിക്കേണ്ടതില്ല. താൻ ജീവിച്ചു കാണണമെന്ന് അമ്മയുടെ മനസ്സിലുള്ളത് കൊണ്ടല്ലേ ഇവിടുത്തെ അങ്കിളിനെ കാണാൻ അമ്മ പോയത്. അങ്ങനെ ഒരാളുടെ കൂടെ തന്റെ ജീവിതം ഭദ്രമായിരിക്കുമെന്ന് അമ്മയ്ക്ക് വിശ്വാസമുണ്ട്. അതുകൊണ്ടല്ലേ തന്നെ അദ്ദേഹത്തിന് ദത്തു നൽകാൻ അമ്മ തീരുമാനിച്ചത്. അദ്ദേഹത്തിന്റെ മറുപടിയൊന്നും വരാതിരുന്നത് കൊണ്ടാണ് അമ്മയ്ക്ക് തന്നെ കൂടെ കൂട്ടണമെന്ന് തോന്നിയത്. സംഗീതത്തിൽ മുന്നോട്ട് പോകാൻ അമ്മയ്ക്ക് താല്പര്യമില്ലെന്ന് തനിക്കറിയാം. അതുകൊണ്ട് ആ വഴിയിലൂടെ പോകാൻ താനും ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല. പഠിക്കണം, മുന്നേറണം. ആരുടെയും തുണയില്ലാതെ സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയണം. അതിന് തനിക്കിപ്പോൾ ഒരു ഷെൽട്ടർ അത്യാവശ്യമാണ്. 2 മാസം കൂടി കഴിഞ്ഞാൽ PG അവസാനിക്കും. പിന്നീട് ഏതെങ്കിലും കമ്പനിയിൽ ജോലിക്ക് കയറണം. മനസ്സിലെ വിഷമങ്ങളെ ആരോ മൂടിവെക്കുന്നത് പോലെ ഒരു തോന്നൽ ഉണ്ടായി അവൾക്ക്. ജീവിക്കാനുള്ള ഓപ്ഷനാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ മനസ്സിനെ കരുത്ത് കൊടുക്കേണ്ടത് തന്റെ ആവശ്യമാണ്. അതല്ല മരണം തന്നെയാണ് ലക്ഷ്യമിടുന്നതെങ്കിൽ പിന്നെ ഒന്നിനെ കുറിച്ചും വേവലാതിപ്പെടേണ്ടതില്ല. ഇപ്പോഴും തനിക്ക് ഏതിലാണ് ഉറച്ചു നിൽക്കേണ്ടതെന്ന് അറിയാത്ത അവസ്ഥയാണെന്ന് അവൾ മനസ്സിൽ ഓർത്തു. 2-3 ദിവസം കൂടി മുൻപോട്ട് പോകുമ്പോൾ തീർച്ചയായും തന്റെ മനസ്സൊരു തീരുമാനത്തിലെത്തുമെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. ചിന്തിച്ചു കഴിഞ്ഞോ നദി? കഴിഞ്ഞെങ്കിൽ വാഷ്റൂമിൽ പോയി ഫ്രഷായി വാ. എന്തെങ്കിലും കഴിക്കാം. ചിലങ്കയുടെ ശബ്ദമാണ് അവളെ ചിന്തയിൽ നിന്നും ഉണർത്തിയത്. അവൾ ബെഡിൽ നിന്നും ഇറങ്ങി വാഷ്റൂമിന് നേർക്ക് നടന്നു. കുളിച്ചു മാറ്റാനുള്ള ഡ്രസ്സ് എടുത്തിട്ട് പോന്നതി. ഒന്ന് കുളിച്ചു കഴിഞ്ഞാൽ നിന്റെ ക്ഷീണമെല്ലാം മാറും. നിന്റെ ഡ്രസ്സെല്ലാം ഞാൻ ഈ ഷെൽഫിൽ വെച്ചിട്ടുണ്ട്. നദി വേഗം കുളിച്ചു മാറ്റാനുള്ള ഡ്രസ്സ് എടുത്ത് വാഷ്റൂമിൽ കയറി. താഴെ വന്ന് നദി ചിലങ്കിക്കൊപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരുന്നു. സീത വിളമ്പിക്കൊടുത്ത ഭക്ഷണം കഴിക്കാതെ വെറുതെ വിരലിട്ടെടുക്കുന്നതോടെ രേണുകയ്ക്ക് സഹതാപം തോന്നി.
അവർ നദിയുടെ അരികിലിരുന്നു കൊണ്ട് മുടിയിൽ മെല്ലെ തഴുകി കൊടുത്തു. മോളെ, എന്തെങ്കിലുമൊക്കെ കഴിക്കണം. പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് ജീവിതത്തിൽ നടന്നതെങ്കിലും അങ്ങനെയൊന്നും ഉണ്ടാവുമെന്ന് മോൾക്ക് അറിയാവുന്നതല്ലേ. അമ്മയുടെ വിയോഗം നേരിടാൻ മോളുടെ മനസ്സ് മുന്നേ തന്നെ പാകപ്പെട്ടിട്ടുണ്ടാകാം. അത് 4 ദിവസം നേരത്തെയായി എന്ന് മാത്രം കരുതിയാൽ മതി. ഒപ്പം കൊണ്ടുപോകാൻ അവൾ നോക്കിയെങ്കിലും മോൾ ജീവിച്ചിരിക്കണമെന്നാണ് ദൈവത്തിന്റെ നിശ്ചയം. അല്ലെങ്കിലും സ്വന്തം മകളെ കൊല്ലാൻ മാത്രമുള്ള മനസ്സിന്റെ കടുപ്പമൊന്നും അവൾക്കില്ല. ഗതികേട് കൊണ്ടാണ് അവൾ അതിന് തുനിഞ്ഞത്. അല്ലെങ്കിൽ 2 ദിവസം മുൻപെങ്കിലും ആ കത്ത് വായിക്കാൻ തോന്നിയിരുന്നെങ്കിൽ എന്റെ യാമിനിക്ക് സന്തോഷത്തോടെ ഈ ഭൂമിയിൽ നിന്നും പോകാൻ കഴിയുമായിരുന്നു. മകളെ സുരക്ഷിതമായ കൈകളിൽ ഏൽപ്പിച്ചിട്ടാണല്ലോ താൻ പോകുന്നത് എന്ന ആശ്വാസം ഉണ്ടാകുമായിരുന്നു. ആന്റി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞതൊന്നും പെട്ടെന്ന് മറക്കാൻ കഴിയില്ലെങ്കിലും ഇപ്പോൾ അനുഭവിക്കുന്ന വേദനയുടെ ആഴത്തിൽ നിന്നും മോള് പതിയെ പൊന്തി വരണം. എന്നിട്ട് പഠനം പൂർത്തിയാക്കണം, ഒരു ജോലി നേടി സ്വന്തം കാലിൽ നിൽക്കണം. താൻ കുറച്ചു മുമ്പ് ചിന്തിച്ച കാര്യങ്ങളാണല്ലോ ഇവരിപ്പോൾ തന്നോട് പറയുന്നതെന്ന് എന്നാണ് ആ നിമിഷം നദി ചിന്തിച്ചത്. അവൾ മറുപടിയൊന്നും പറയാതെ അവരെ കുറച്ചുനേരം നോക്കിയിരുന്നു. കഴിക്ക്, മറ്റൊന്നും ഇപ്പോൾ ചിന്തിക്കണ്ട. അത് പറഞ്ഞുകൊണ്ട് രേണുക അവിടെ നിന്നും എഴുന്നേറ്റ് പോയി. ഭക്ഷണം കഴിച്ച് തിരികെ റൂമിലെത്തിയപ്പോൾ ചിലങ്ക മുറിയിൽ വെച്ചിരുന്ന സെറ്റിൽ പെൻഡ്രൈവ് കുത്തിക്കൊണ്ട് ബ്ലൂടൂത്ത് കണക്ട് ചെയ്ത് നദിയുടെ ചെവിയിലേക്ക് വെച്ചു കൊടുത്തു. കുറച്ചുനേരം പാട്ട് കേട്ട് കിടക്ക്, നിന്റെ മനസ്സിനൊരു ആശ്വാസം കിട്ടും. ഇത് ആരുടെ പാട്ടുകളാണ്? ചെവിയിലൂടെ കേൾക്കുന്ന പാട്ട് ബദ്രീനാഥ് പാടിയതാണെന്ന് നദിക്ക് മനസ്സിലായെങ്കിലും അവൾ അങ്ങനെ ചോദിച്ചു. ഇതിൽ ഏട്ടന്റെ പാട്ടുകളുമുണ്ട്, കാർത്തിയേട്ടന്റെ പാട്ടുകളുമുണ്ട്, പിന്നെ അമ്മാമ്മയുടെയും. ബദരിയെ മനസ്സിലായെങ്കിലോ മറ്റു 2 പേരെയും അവൾക്ക് മനസ്സിലായില്ല. അതൊക്കെ ആരാ? അവളുടെ ചോദ്യത്തിനു മുമ്പിൽ ചിലങ്ക ഒരു നിമിഷം മൗനയായി. അമ്മാമ്മയെ അറിയില്ലേ? പ്രശസ്ത സംഗീതജ്ഞൻ മഹാദേവൻ മാസ്റ്റർ. അദ്ദേഹം എൻ്റെ അമ്മയുടെ ബ്രദറാണ്. കാർത്തിയേട്ടൻ അദ്ദേഹത്തിന്റെ മകനും, എൻ്റെ മുറച്ചെറുക്കൻ. കണ്ണിൽ പ്രത്യേക ഭാവം വരുത്തിയാണ് ചിലങ്ക അത് പറഞ്ഞത്. കാർത്തിയെ പറയുമ്പോൾ അവൾ അങ്ങനെ ഒരു ഭാവം നിറച്ചതിന്റെ പിന്നിൽ വലിയൊരു കാരണമുണ്ട്. നദിയുടെ മുന്നോട്ടുള്ള യാത്രയിൽ പ്രത്യക്ഷമായും പരോക്ഷമായും കാർത്തിയുടെ പ്രശംസ ഉണ്ടാവുമെന്ന് ചിലങ്കയ്ക്ക് നന്നായി അറിയാം. സഹോദരനെന്ന് അറിയാത്തിടത്തോളം കാലം ആ പ്രശംസ ആരാധനയായും പിന്നീട് പ്രണയമായും മാറിയാലും അതിനെ ആദ്യമേ തന്നെ തടയിടുക എന്നൊരു ലക്ഷ്യം മാത്രമാണ് അവൾ കണ്ണിൽ നിറച്ച് ആ ഭാവത്തിന് പിന്നിൽ. കാർത്തിയെ ചിലങ്കയോ ചിലങ്കയെ കാർത്തിയോ മറ്റൊരർത്ഥത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം. മഹാദേവൻ മാസ്റ്റർ എന്ന് കേട്ടതും നദിയുടെ കണ്ണുകൾ ഒന്ന് വിടർന്നു. മാസ്റ്ററുടെ മകനും സിനിമയിൽ പാടിയിട്ടുണ്ടോ? നദി അങ്ങനെ ചോദിച്ചപ്പോൾ ചിലങ്കയുടെ ചൊടികൾ ഒന്ന് വിടർന്നു. കാർത്തിയേട്ടൻ അമ്മാമ്മയുടെ കൂടെ കച്ചേരി അവതരിപ്പിക്കാൻ പോകും എന്നല്ലാതെ ഇതുവരെ സിനിമയിൽ പാടിയിട്ടില്ല. എന്നാൽ തിരുനന്ദനത്തിന്റെ പേരിൽ ഒരു പുതിയ സിനിമ ഇറങ്ങുന്നുണ്ട്. അതിൽ ബദ്രിയേട്ടനും കാർത്തിയേട്ടനും പാടുന്നുണ്ട്. കാർത്തിയേട്ടന്റെ ആദ്യ സിനിമാ ഗാനം ആയിരിക്കും അത്. ചിലങ്കയുടെ വാക്കുകളിൽ നിന്നും പലവിധ ചോദ്യങ്ങളും നദിയുടെ ഉള്ളിൽ ഉയർന്നു. എങ്കിലും അവൾ അതൊന്നും ചോദിക്കാതെ ചിലങ്കയുടെ നേർക്ക് നോക്കി കണ്ണുകൾ കൊണ്ടൊന്ന് പുഞ്ചിരിച്ചു. എന്നിട്ട് കിടക്കയിലേക്ക് കിടന്നുകൊണ്ട് പാട്ടുകൾ കേൾക്കാൻ തുടങ്ങി. ചിലങ്ക നദിയെ അല്പനേരം നോക്കിയതിനു ശേഷം അലമാരയിൽ താൻ ഒളിപ്പിച്ചു വെച്ച നദി എഴുതിയ കത്തുകളും ബാഗിലാക്കി റൂം ചാരി കൊണ്ട് പുറത്തേക്ക് പോയി. അമ്മേ, ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം, നദിയെ ഒന്ന് നോക്കിക്കോണേ. രേണുകയുടെ മുറിയുടെ വാതിൽക്കൽ ഒന്ന് എത്തി നോക്കി. അങ്ങനെ പറഞ്ഞുകൊണ്ടവൾ കാറിൽ കയറി സ്വയം ഡ്രൈവ് ചെയ്തു പോയി. തിരുനന്ദനം കമ്പനിയുടെ ഓഫീസിലേക്കാണ് അവൾ കയറി ചെന്നത്. ചിലങ്കയെ ഓഫീസിൽ എല്ലാവർക്കും അറിയുന്നതിനാൽ കാർത്തിയുടെ റൂമിലേക്ക് കയറി ചെല്ലാൻ പ്രത്യേക അനുമതി തേടേണ്ട കാര്യമില്ല. ചിലങ്ക കയറി ചെല്ലുമ്പോൾ കാർത്തി ഹെഡിലേക്ക് തലതാഴ്ച കിടക്കുകയായിരുന്നു. കാർത്തിയേട്ടാ, റൂമിനുള്ളിലേക്ക് കയറി ചെന്ന് അവന് ഓപ്പോസിറ്റായി ചെയറിലേക്ക് ഇരിക്കുമ്പോൾ അവൾ വിളിച്ചു. പതിയെ കണ്ണു തുറന്നുകൊണ്ട് അവൻ നേരെ നോക്കി. ചിലങ്കയെ മുന്നിൽ കണ്ടതും അവന്റെ കണ്ണുകളൊന്ന്
പരിഹസിച്ചു. ഷില്ലു, മോളെ, എന്റെ കുഞ്ഞെവിടെ? ഇന്നലെ രാത്രി കുഴപ്പമൊന്നും ഉണ്ടായില്ലല്ലോ? ഞാൻ വല്ലാതെ ടെൻഷൻ അടിച്ചിരുന്നു. അവന്റെ മുഖത്ത് ആദി നിറയുന്നത് കണ്ട് അവൾ കൗതുകത്തോടെ നോക്കിയിരുന്നു. ഇന്നലെ അവൾ ഓക്കെ അല്ലായിരുന്നു, എന്നാൽ ഇന്ന് കുറച്ചൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. തുടർന്ന് രാത്രിയിൽ അവൾ ഉറക്കമില്ലാതെ നിന്നതും ബദ്രി സാധകം ചെയ്തപ്പോൾ മുകളിലേക്ക് പോയതും സ്വയം മറന്ന് പാട്ടിൽ ലയിച്ചു നിന്നതും പിന്നെ ബദ്രി പാട്ടുപാടി ഉറക്കിയതും അങ്ങനെയെല്ലാം ചിലങ്ക പറഞ്ഞപ്പോൾ കാർത്തിയുടെ കണ്ണുകൾ നിറഞ്ഞു തുടങ്ങി. സംഗീതം ഉപാസനയായി എടുത്ത അച്ഛന്റെയും അമ്മയുടെയും മകളല്ലേ, അവളിൽ സംഗീതമല്ലാതെ മറ്റെന്താണ് നിറയുക? നിന്നെ ഏൽപ്പിക്കുകയാണ് ഞാൻ അവളെ. നിന്റെ കണ്ണിലെ കൃഷ്ണമണി പോലെ നോക്കണം. നോക്കുകയൊക്കെ ചെയ്യാം, തിരിച്ച് എനിക്കെന്ത് തരും? അവൾ കണ്ണിൽ കുസൃതി നിറച്ചും കൊണ്ട് ചോദിച്ചു. കൈക്കൂലി ചോദിക്കുന്നടി, സത്യപ്രതാപന്റെ മോളെ. അച്ഛനെ വിളിച്ചാലും കുഴപ്പമൊന്നുമില്ല, എനിക്ക് കൈക്കൂലി കിട്ടണം. ചിലങ്ക പറഞ്ഞത് കേട്ട് കാർത്തി മെല്ലെ പുഞ്ചിരിച്ചു. ഏട്ടന്റെ കുട്ടിക്ക് കൈക്കൂലിയായി എന്തു വേണം പറ? ബാധ്യത കൂടി ഇപ്പോഴെനിക്ക് പെങ്ങന്മാർ രണ്ടായില്ലേ. എന്നാലും ചില്ലുമോൾ പറഞ്ഞത് എന്തെങ്കിലും ഏട്ടൻ അനുസരിക്കാതിരുന്നിട്ടുണ്ടോ? അതെനിക്കറിയാലോ ഏട്ടാ. ബദ്രിയേട്ടനേക്കാളേറെ എനിക്ക് വേണ്ടി എന്തും വാങ്ങി തന്നിട്ടുള്ളത് എന്റെ കാർത്തിയേട്ടനല്ലേ. നിങ്ങൾ രണ്ട് ഏട്ടന്മാരെ കിട്ടിയതല്ലേ എന്റെ ഭാഗ്യം. എനിക്ക് വേറൊന്നും വേണ്ട. ഹോട്ടൽ നടാശയിൽ കയറി എനിക്ക് പതിവുള്ളത് വാങ്ങിച്ചു തരണം. എനിക്കറിയാം നിന്റെ പോക്ക് അങ്ങോട്ട് തന്നെയാണെന്ന്. നീ തിരിച്ചു പോകുന്നതിനിടയിൽ നമുക്കൊരു ദിവസം ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കാം. അവനത് പറഞ്ഞതും അവളുടെ മുഖമൊന്ന് വിടർന്നു. ഇപ്പോ വേണ്ടട്ടോ. ഞാൻ അടുത്ത തവണ വരുമ്പോൾ 2 തവണ കൊണ്ടുപോയാൽ മതി. അപ്പോഴേക്കും നദി ഓക്കെ ആവും. ഞങ്ങളെ രണ്ടുപേരെയും കൂടെ കൊണ്ടുപോകുമ്പോൾ ഏട്ടനും സന്തോഷമാവില്ലേ? അവളങ്ങനെ പറഞ്ഞപ്പോൾ അവന്റെ കണ്ണുകളൊന്ന് നിറഞ്ഞു. ഏട്ടൻ വിഷമിക്കേണ്ട, എല്ലാം ശരിയാവും. ഞാനിപ്പോ ഇവിടേക്ക് വന്നത് വേറൊരു കാര്യം പറയാനാണ്. ദേ ഇത് തരാൻ. അവൾ ബാഗിൽ നിന്നും കത്തുകൾ എടുത്ത് നീട്ടിക്കൊണ്ട് പറഞ്ഞു. ചില്ലു, നീ എന്താ എനിക്ക് പ്രണയലേഖനം തരുവാണോ? അത് കേട്ടതും ചിലങ്ക ഒന്ന് ചിരിച്ചു. സ്വന്തം ആങ്ങളയ്ക്ക് പ്രണയലേഖനം തരാൻ മാത്രം ഈ നാട്ടിൽ ആണുങ്ങൾ ഇല്ലാതായോ ഏട്ടാ? കഷ്ടം. ഞാൻ തമാശ പറഞ്ഞതല്ലേ മോളെ. ചിരിച്ചുകൊണ്ട് അങ്ങനെ പറഞ്ഞുകൊണ്ടവൻ ആ കത്തുകൾ വാങ്ങി. ഒരു കത്ത് തുറന്നു വായിച്ചു നോക്കവേ അവന്റെ മുഖത്ത് സങ്കടം നിറയുന്നതവൻ കണ്ടു. കണ്ണുകൾ നിറഞ്ഞു. എന്റെ കുഞ്ഞിന് അച്ഛനെ എന്തിഷ്ടമാണല്ലേ. വായിക്കുമ്പോൾ എനിക്ക് വിഷമം വരുന്നു. എന്തൊക്കെ കാര്യങ്ങളാണ് അവൾ അച്ഛനോട് പറയുന്നത്. അവളുടെ ജീവിതത്തിലുണ്ടായ നുറുങ്ങു കാര്യങ്ങൾ വരെ. എത്രയെത്ര കത്തുകളാണെന്ന് അറിയോ കാർത്തിയേട്ടാ? കുറെയൊക്കെ ഞാൻ വായിച്ചു. ഓരോന്ന് വായിക്കുമ്പോഴും മനസ്സിൽ വല്ലാത്തൊരു ഫീലായിരുന്നു. അതുകൊണ്ടാ 2-3 എണ്ണം കാർത്തിയേട്ടനെ കാണിക്കാനായി ഞാൻ എടുത്തുകൊണ്ട് പോന്നത്. എങ്കിൽ പിന്നെ ഞാൻ ഇറങ്ങുകയാണ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാർത്തിയേട്ടൻ വിളിക്ക്. കാർത്തി ചിരിച്ചുകൊണ്ട് തലയാട്ടി. ചിലങ്ക കാർത്തിയുടെ ക്യാബിനിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി നടക്കുമ്പോഴാണ് എതിരെ വരുന്ന 2 പേരെ കാണുന്നത്. അവരുടെ പോക്ക് കാർത്തിയുടെ ക്യാബിനിലേക്കാണെന്ന് അറിഞ്ഞതും ചിലങ്കയുടെ പല്ലുകൾ ഞെരിഞ്ഞമർന്നു. അതിലൊരുവളുടെ തറപ്പിച്ചു നോക്കിക്കൊണ്ടാണ് ചിലങ്ക മുന്നോട്ട് നടന്നത്. അവളും അതുപോലെ തന്നെ ചിലങ്കയെ നോക്കുന്നുണ്ട്. ചിലങ്ക കടന്നുപോയതും അവൾ അവിടെ തന്നെ നിന്നു. യമുന, ഇവരെ തമ്മിൽ തെറ്റിച്ചില്ലെങ്കിൽ നിന്റെ പദ്ധതിയൊന്നും നടക്കാൻ പോകുന്നില്ല. നിനക്ക് കാർത്തിക് സാറിന്റെ ഭാര്യയായി തിരുവനന്തപുരത്ത് കയറി ചെല്ലണമെന്നുണ്ടെങ്കിൽ ഈ പോയവളെയും സാറിനെയും തമ്മിൽ അകറ്റുകയാണ് ആദ്യം ചെയ്യേണ്ടത്. ഞാനൊരു സ്കെച്ച് വരച്ചിട്ട് തന്നെയാണ് ഈ കളിക്കിറങ്ങിയത്. അതിൽ നിനക്കൊരു സംശയവും വേണ്ട സന്ധ്യ. കളം വരച്ചിട്ടുണ്ടെങ്കിൽ കളി ജയിച്ചു കയറാനും ഈ യമുനക്കറിയാം. ദേഷ്യത്തിൽ അങ്ങനെ പറഞ്ഞുകൊണ്ട് സന്ധ്യയെ പുറത്തു നിർത്തി യമുന കാർത്തിയുടെ ക്യാബിനുള്ളിലേക്ക് കയറിപ്പോയി. തുടരും കഥയുടെ അടുത്ത ഭാഗം നാളെ ഇതേ സമയം.